Hello friends, എല്ലാവർക്കും Asilva Anil YouTube ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കുറച്ച് കാലമായി കണ്ടിട്ട് കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം കാലമായിട്ടുണ്ട്. എല്ലാവരും ലോക്ക്ഡൗണിൽ പുതിയ ചാനലുകളൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ നിർത്തി അങ്ങനെ ഇരുന്നു. കാരണം കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയപ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ എനിക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അവർ 4 പേരുടെയും ഓൺലൈൻ ക്ലാസ്സും അവരുടെ കാര്യങ്ങളൊക്കെ ആയി വന്നപ്പോൾ നമുക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്ത് വീഡിയോ ഇടുന്നുണ്ട് വെച്ചെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് റെഡിയായി എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു രണ്ടാമത്തെ തുടക്കം തന്നെ വേണം പറയാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി വീണ്ടും ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ടും സഹകരണവും ആവശ്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ അറിവുകളിൽ ഇപ്പോൾ നിങ്ങൾ കുക്കിംഗ് മാത്രമായിട്ട് പ്രതീക്ഷിക്കരുത്. ഇതിൽ കുക്കിംഗ് ചാനൽ മാത്രമല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും. അപ്പോൾ നിങ്ങളത് ഇഷ്ടപ്പെടുകയാണ് വെച്ചെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തുമ്പയില്ലേ, പൂത്തുമ്പ എന്നൊക്കെ പറയില്ലേ, ഓണത്തിനൊക്കെ നമ്മൾ തൃക്കാക്കരപ്പന്മയൊക്കെ വയ്ക്കുന്ന ആ പൂത്തുമ്പ, അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തിട്ട് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് ഗുണങ്ങളുണ്ട് തുമ്പയ്ക്ക്. പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ് ട്രബിൾ കൊണ്ടുള്ള അസുഖങ്ങൾ. അത് അധികമായി കഴിഞ്ഞാൽ അൾസർ അതുപോലെ തുടങ്ങി അങ്ങനെ വലിയ വലിയ അസുഖങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നല്ല ഉത്തമമായിട്ടുള്ള ഒരു മരുന്ന് എന്ന് തന്നെ പറയാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുമ്പച്ചെടി നോക്കാം. ഇപ്പോൾ ഇതേ തുമ്പച്ചെടി ഇവിടെ ഒറ്റപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഇത് ഇവിടേക്ക് വേണ്ടുണ്ടായിരുന്നു. നമ്മുടെ കോഴികളെല്ലാം കൊത്തി നശിപ്പിച്ചു എന്ന് വേണം പറയാം കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ പോരാത്തിന് നമ്മൾ ഓണത്തിന് പൊട്ടിച്ച കാരണം കുറച്ചൊക്കെ, ഇതൊക്കെ ഒരു വർഷമാണ് ഈ തുമ്പച്ചെടിയുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ അതെ ഇവിടെ കണ്ടില്ലേ ഒരു കൂട്ടം തുമ്പച്ചെടി. ഇപ്പോൾ ഇതിൻ്റെ ഈ ഉണങ്ങിയ ഈ സംഭവത്തിൽ നിന്ന് ചെറിയ വിത്ത് കിട്ടും. ഇത് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടോളം തുമ്പച്ചെടി ആക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ തുമ്പയുടെ ഈ പൂവും അതുപോലെ തന്നെ ഇലയും എല്ലാം കൂടിയിട്ട് സമൂലം ചേർത്ത് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരിൽ എണ്ണ കാച്ചുകയാണ് വെച്ചെങ്കിൽ നമുക്ക് തലമുടി, ഇപ്പോൾ തലയിൽ ഏത് എണ്ണ തേച്ചാലും നമ്മൾ ഹെയർ ഓയിലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഇതിൽ ചിലവർക്കൊക്കെ തലനീരിറക്കം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇല പിഴിഞ്ഞ് നമ്മൾ നീരിൽ എണ്ണ കാച്ചുകയാണ് വെച്ചെങ്കിൽ തലനീരിറക്കം പോലെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കുള്ള നല്ല മുടി വളരാനും അതുപോലെ താരനും ഒക്കെ നല്ല ഒരു മരുന്നാണ്. നമ്മൾ ഓയിലിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഇപ്പോൾ നമുക്ക് ആവശ്യം ഇത് വേരോർക്കനെ പറിച്ചെടുക്കണം. ഇപ്പോൾ ഇത്ര വലിയ ഇത് വേണ്ട കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ചെറിയ കട നോക്കിയിട്ട് നമ്മൾ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വേരടക്കം വലിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കട മാത്രമാണ് വലിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. നമ്മൾ വന്നപ്പോൾ പിന്നാലെ വന്നിട്ട് ഇതൊക്കെ കുത്തി നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് വെള്ളത്തിലിട്ട് അതിൽ മണ്ണൊക്കെ ഉണ്ടാവും, മണ്ണിലാണ് ഉണ്ടാവുക. അപ്പോൾ മണ്ണൊക്കെ ഉണ്ടാവും, കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ ആ മണ്ണും ഇതൊക്കെ നന്നായി ഒന്ന് പോകണം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒരു 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കുടിക്കുന്നവരൊക്കെ നമ്മൾ ചതച്ചിട്ടൊക്കെ ഇടുമ്പോൾ ഇതിനൊരു വേറൊരു സ്മെല്ലാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ചതച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേരടക്കം നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക, നന്നായി തിളപ്പിക്കുക. വെന്ത് കഴിയുമ്പോൾ ആ വെള്ളം കുടിച്ചാൽ മതി നമുക്ക്. അല്ലാണ്ട് ഇടിച്ച് പിഴിഞ്ഞ് നീരെന്നെ ചെല്ലണം എന്നില്ല കേട്ടോ. ഇപ്പോൾ വെള്ളം തിളച്ചു, ഇങ്ങനെ തിളച്ചാൽ അപ്പം തന്നെ ഓഫ് ചെയ്യരുത്. നമ്മളൊരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ, അടച്ചു വെച്ചിട്ട്. നിങ്ങൾ എന്തായാലും ഒരു 10-15 ദിവസം നമ്മൾ സ്ഥിരമായിട്ട് അടുപ്പിച്ച് കുടിക്കുക. വയറുവേദനയൊന്നും പോകുന്ന വഴി അറിയില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടായിരിക്കും. ഗ്യാസ് ട്രബിൾ പോയി കഴിഞ്ഞാൽ തന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോളിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പം നമ്മൾ തലയിൽ മുടി വളരാൻ വേണ്ടി ഒരുപാട് എണ്ണ തേക്കുന്നുണ്ട്, അതുപോലെ കുറേ ഭക്ഷണങ്ങളായാലും ഇപ്പം നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷേ ഗ്യാസ് ട്രബിൾ ഉണ്ട് വെച്ചെങ്കിൽ മുടി കൊഴിച്ചിൽ നിൽക്കില്ല, അത് ഉറപ്പാണ്. അപ്പം മുമ്പ് തന്നെ ഇത് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളോ എരിച്ചിലുകളോ അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ മുടി കൊഴിച്ചിലുണ്ട് അങ്ങനെയുണ്ട് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഗുണം കിട്ടും. ഇപ്പോൾ 2 ആഴ്ച നമ്മൾ അടുപ്പിച്ച് കുടിക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ട് കുടിക്കണം എന്ന് പറയുന്നില്ല, ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യം അങ്ങനെ കുടിക്കുക. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടിക്കുന്ന വെള്ളം ഫുള്ളായിട്ട് കുടിക്കണം എന്നില്ല. ഒരു 15 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ജസ്റ്റ് ഒന്ന് കുടിക്കുക, അങ്ങനെ ചെയ്യുക.
അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ അത് വിട്ടു പോകരുത്. നമ്മൾ പിന്നെയും ഇതുപോലെ തന്നെ കുടിക്കുക. നമുക്ക് ഇതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ദോഷം വരുന്നില്ല. അതുപോലെ തന്നെ തുമ്പയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറവുള്ള കുട്ടികളാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ തുമ്പയുടെ ഇല ഇട്ടിട്ട് വെള്ളം ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ തിളപ്പിച്ചിട്ടോ കുട്ടികൾക്ക് ആ വെള്ളം കൊണ്ട് കുളിപ്പിക്കുക. അത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒരു 5 മിനിറ്റ് നേരം തിളച്ചിട്ടുണ്ട്. ഇതിനിങ്ങനെ ഒരു കളറൊക്കെ വരും. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തുമ്പവെള്ളം തയ്യാറായിട്ടുണ്ട്. നമ്മളൊരു ചെറിയ കടയാണല്ലോ എടുത്തത്, അത് കാരണം ഇതിന് ഈ ഒരു കളറേ വന്നിട്ടുള്ളൂ. ഇടിച്ചു പിഴിഞ്ഞാൽ അതിൻ്റെ നീരെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പച്ച കളർ വരും. പക്ഷെ നമുക്ക് അത്രയ്ക്ക് ആദ്യമായിട്ട് കുടിക്കുന്നവർക്കൊന്നും അതിൻ്റെ ഒരു സ്മെല്ല് ചിലപ്പോൾ ഇഷ്ടമായി കൊള്ളണമെന്നില്ല. അപ്പോൾ അത് കാരണം ജസ്റ്റ് നമ്മൾ അതിൻ്റെ കട വലിച്ച് ഇതുപോലെ ഇട്ടാലും നമുക്ക് അതിൻ്റെ ഗുണമൊക്കെ നന്നായിട്ട് കിട്ടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10-15 ദിവസം, ഒരാഴ്ച കുടിക്കുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്